തിരുവനന്തപുരത്ത് മാതാവിനെ അതിക്രൂര മർദ്ദനത്തിനിടയാക്കിയ മരുമകൾക്കും മകനുമെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി പോലീസ്. വയോധികയുടെ വീട്ടിൽ നിന്നും ഇളയ മകനെയും മരുമകളെയും മാറ്റുമെന്നും സരസ്വതി അമ്മയ്ക്ക് വീട് വിട്ടു നൽകുമെന്നും ഫോർട്ട് പോലീസ് അറിയിച്ചു. മകന്റെ മർദ്ദനത്തിനിടയായ അയൽവീട്ടിൽ അഭയം തേടിയ സരസ്വതി അമ്മയുടെ ദുരിതം റിപ്പോർട്ടറാണ് പുറം ലോകത്തെത്തിച്ചത്. ഒടുവിൽ മരുതൂർക്കടവ് സ്വദേശിനി സരസ്വതി അമ്മയുടെ യാതനകൾക്ക് ഇവിടെ അവസാനമാവുകയാണ്. തന്റെ വീട്ടിൽ താമസമാക്കിയ മരുമകളുടെയും മകന്റെയും നിരന്തര ശാരീരിക മാനസിക പീഡനത്തിനാണ് ഈ 73-കാരി വിധേയയായിരുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് സരസ്വതി അമ്മയുടെ ഏറ്റവും ഇളയ മകൻ മധുവിന്റെ ഭാര്യ ആതിര വൃദ്ധമാതാവിനെ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞത്. തോളിനും മുഖത്തും സാരമായി പരിക്കേറ്റ വയോധികയെ അവശനിലയിൽ നാട്ടുകാരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് അന്വേഷണം നടത്തിയ ഫോർട്ട് പോലീസ് കുടുംബ പ്രശ്നത്തെ രമ്യതയിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാ ആ പയ്യൻ പറയണ എൻ്റെ അമ്മയാണ്, നീ ഇങ്ങനെ ഒന്നും കാണിക്കല്ലെന്ന് ഇവൻ പറയില്ല. ഒരു ദിവസം പറഞ്ഞെങ്കിൽ പിന്നെ അവൾ ആവർത്തിക്കില്ല. അദ്ദേഹം ചവിട്ടുമത്തെ എടുത്ത് ഒരു അടിച്ച് കണ്ണു മറച്ചു മണ്ണ്. എന്നാൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയ സരസ്വതി അമ്മയെ മകൻ മധുവും ഇയാളുടെ ഭാര്യ ആതിരയും വീട്ടിൽ കയറ്റാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് അയൽവാസിയുടെ വീട്ടിൽ വയോധിക അഭയം തേടുകയായിരുന്നു. വാർത്ത റിപ്പോർട്ടർ ഏറ്റെടുത്തതോടെ മന്ത്രിതല ഇടപെടലുണ്ടായി. വയോധികയുടെ തുടർ ചികിത്സ ഉറപ്പാക്കുമെന്നും അമ്മയെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും സരസ്വതി അമ്മയുടെ പേരുള്ള വീട്ടിൽ നിന്ന് മകനെയും മരുമകളെയും മാറ്റുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഉറപ്പ്. അങ്ങേയറ്റം ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ടറിൽ നിന്ന് മനസ്സിലാക്കിയത്. തീർച്ചയായും പോലീസിന്റെ ഇടപെടലുണ്ടാകും. അടിയന്തരമായി പ്രതി അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകും. ബാക്കി അമ്മയ്ക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആലോചിച്ച് ചെയ്യും. ഇന്ന് വൈകിട്ടോടെ സരസ്വതി അമ്മയുടെ പേരിലുള്ള വീട്ടിൽ നിന്ന് മകനെയും മരുമകളെയും ഇറക്കുമെന്നും വയോധികയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഫോർട്ട് പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.